സർവേയിങ് സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ 9ാമത്തെ പാർട്ട് വീഡിയോ ആണ്. 1 by 1 ആയിട്ട് നോക്കാം. ദ ക്ലോസ്ഡ് കോണ്ടൂർസ് വിത്ത് ഹയർ വാല്യൂസ് ഇൻസൈഡ് റെപ്രസെൻറ്റ്. ഹയർ വാല്യൂസ് ഉള്ളിൽ വരുമ്പോൾ, അതായത് ഹയർ എലിവേഷനിലുള്ള പോയിന്റുകൾ അകത്ത് വരുമ്പോൾ അതിൻ്റെ അർത്ഥം അതൊന്നെങ്കിൽ ഒരു മൗണ്ടെയിൻ അല്ലെങ്കിൽ ഹില്ല് അങ്ങനെയുള്ള ഏതെങ്കിലും പോർഷൻ ആയിരിക്കും എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ ഹില്ലാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്, അതായത് ഇൻസൈഡിലോട്ട് വരുമ്പോൾ ഹയർ എലിവേഷനുള്ള പോയിന്റുകൾ, ബാക്കി താഴേക്ക് വരുന്തോറും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എലിവേഷൻ കുറഞ്ഞാണ് വരുന്നത്. സോ ഹയർ എലിവേഷനുള്ള വാല്യൂസ് അകത്ത് വരുന്ന ക്ലോസ്ഡ് കോണ്ടൂർസിന് എക്സാമ്പിളാണ് ഹിൽ. സോ ദ ആൻസർ ഹിയർ ഇസ് ഹിൽ. ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് എ പോണ്ട് എന്ന് പറയുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സാധാരണഗതിയിൽ കാണപ്പെടുന്നത്. അതായത് ലോവർ വാല്യൂസ് ഇൻസൈഡും ഹയർ എലിവേഷനുള്ള പോയിൻറ്റ്സ് ഔട്ട്സൈഡിലും ആയിരിക്കും വരുന്നത്. When the bubble of the level tube is central, bubble of the level tube central ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാൻ പറ്റും? ലൈൻ ഓഫ് കൊളിമേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ആക്ച്വലി ഇത് കുറച്ചൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ലൈൻ ഓഫ് സൈറ്റും ലൈൻ ഓഫ് കൊളിമേഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവർ തമ്മിൽ കോയിൻസൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരേപോലെ വരും ഇൻ മോസ്റ്റ് ഓഫ് ദി സിറ്റുവേഷൻസ്. പക്ഷേ ഇതിനകത്ത് PSCയിൽ കൊടുത്തിരിക്കുന്ന ആൻസർ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആണെന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ദ പ്രോസസ് ഓഫ് ടേണിംഗ് ദ ടെലസ്കോപ്പ് എബൌട്ട് ദ വെർട്ടിക്കൽ ആക്സിസ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് കാൾഡ് എസ്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടെലസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക അല്ലെങ്കിൽ ടേൺ ചെയ്യിക്കുക എബൌട്ട് ദ വെർട്ടിക്കൽ ആക്സിസ്, ഇറ്റ്സ് ഈസ് കാൾഡ് ആസ് സ്വിങ്ങിങ്. സ്വിങ്ങിങ് ആണ് അതിൻ്റെ ആൻസർ. അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിനിൽ വന്നിട്ട് ടെലസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക, അതിന് പറയുന്നത് റിവേഴ്സിങ് എന്ന് പറയും, അല്ലെങ്കിൽ ട്രാൻസിറ്റിംഗ് എന്ന് പറയും. അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് പ്ലഞ്ചിങ്. റിവേഴ്സിങ്, ട്രാൻസിറ്റിംഗ്, പ്ലഞ്ചിങ്, ഇത് മൂന്നും സൂചിപ്പിക്കുന്നത് വെർട്ടിക്കൽ പ്ലെയിനിൽ ടെലസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രയാങ്കിൾ ഈസ് said to be well conditioned when its angle lies between. ട്രാവേഴ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ, നിങ്ങൾ ചെയിൻ സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ വെൽ കണ്ടീഷൻഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംഗിൾസ് 30 മുതൽ 120 വരെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ആൻ ഒപ്റ്റിക്കൽ സ്ക്വയർ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ്. ഒപ്റ്റിക്കൽ സ്ക്വയറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഡബിൾ റിഫ്ലക്ഷൻ ആണ്. ഒപ്റ്റിക്കൽ സ്ക്വയർ അതുപോലെയുള്ള ഇൻസ്ട്രുമെൻ്റ് ലൈക്ക് പ്രിസം സ്ക്വയർ ഇതെല്ലാം തന്നെ ഡബിൾ റിഫ്ലക്ഷൻ്റെ പ്രിൻസിപ്പിൾ കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ 62 degree 20 minute and the magnetic declination at that place is 2 degree 50 minute east. അങ്ങനെ ആണെങ്കിൽ what will be the true bearing of that line? ആ ഒരു ലൈനിൻ്റെ ട്രൂ ബിയറിംഗ് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് അറിയാം, സിമ്പിളായിട്ട് ഇക്വേഷൻ വഴി ചെയ്യാവുന്നുള്ളൂ. ദാറ്റ് ഇസ് എ ട്രൂ ബിയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ ആണ്. മാഗ്നറ്റിക് ബിയറിംഗ് ഹിയർ ഈസ് 62 degree 20 minute. അതുപോലെ തന്നെ ഡിക്ലിനേഷൻ പോസിറ്റീവ് ആണ്, കാരണം ഡിക്ലിനേഷൻ ഈസ് ടുവേർഡ്സ് ഈസ്റ്റ് 2 degree 50 minute ഈസ്റ്റ്. ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ 65 degree 10 minute. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഒരു പ്രീവിയസ് ഇയറിന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തതാണെന്ന് തോന്നുന്നു. സോ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ഓഫ് പ്ലോട്ടിംഗ് എ തിയോഡലൈറ്റ് ട്രാവേഴ്സസ്. തിയോഡലൈറ്റ് ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യാൻ നേരം എപ്പോഴും ചെയ്യുന്നത് ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചർ രീതിയിൽ അവരുടെ കോർഡിനേറ്റ് ആയിട്ട് ഒരു ലൈൻസിൻ്റെ അല്ലെങ്കിൽ ഓരോ സ്റ്റേഷനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓരോ സ്റ്റേഷനും നമ്മൾ പറഞ്ഞിരുന്നത് ദെയർ ഇസ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ. ഓരോ ലൈനിനും ദെയർ ഇസ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ. അപ്പോൾ ഓരോ സ്റ്റേഷനെയും അവരുടെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അതായത് ബൈ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. In continental bearing system, a line is said to be free from local attraction if the forebearing. അത് continental bearing സിസ്റ്റത്തിൽ വന്നിട്ട് ലോക്കൽ അട്രാക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് സ്ഥിരീകരിക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കോർഡിനൽ ബിയറിംഗ് സർക്കിളിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും എഴുതുമ്പോൾ ഇപ്പോൾ നോർത്ത് തീറ്റ ഈസ്റ്റ് ആണ്, ഇതിൻ്റെ ഈസ്റ്റ് ഇതിൻ്റെ ഫോർ ബിയറിംഗ് എങ്കിൽ അതിൻ്റെ ബാക്ക് ബിയറിംഗ് എക്സാക്ട്ലി സൗത്ത് തീറ്റ ഈസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ
മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻ വോൾ സർക്കിൾ ബിയറിങ്ങിൽ തീറ്റ ഡിഗ്രിയാണ് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഫോർ ബിയറിംഗ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് ബിയറിംഗ് വാല്യൂ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി എക്സാക്ട്ലി 180 ഡിഗ്രി പ്ലസ് ഓർ മൈനസ് തീറ്റ ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഫ്രം ദ ഓപ്ഷൻസ് ഇറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ വിത്ത് ദ ഓപ്പോസിറ്റ് ക്വാഡ്രൻ്റ് ആണ് ആൻസർ. Next question, the operation of leveling to determine the elevation between 2 points is called as? It is called as differential leveling. രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ആ ഒരു എലിവേഷൻ ഡിഫറൻസ് കണക്കാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ഓഫ് ലെവലിംഗ് ഈസ് കോൾഡ് ആസ് ഡിഫറൻഷ്യൽ ലെവലിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the systematic error which persist and have regular effect on the performance of the survey operations are due to carelessness, inattention, lack of knowledge, faulty instrument. ഇതിനകത്ത് ബാക്കി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ, ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കെയർലെസ്നെസ്, ഇൻഅറ്റൻഷൻ, ലാക്ക് ഓഫ് നോളജ് ഇതെല്ലാം നമുക്ക് മിസ്റ്റേക്സിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്നതാണ്. സിസ്റ്റമാറ്റിക് ഇറർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫോൾട്ടി ഇൻസ്ട്രുമെൻറ്റ് തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എല്ലാ റീഡിങ്സും വന്നിട്ട് തെറ്റായിരിക്കാം. അതായത് ആ ഒരു ഇറർ ഫുൾ നമ്മുടെ സർവേയിൽ അക്യുമുലേറ്റ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കും. Next one is remote sensing techniques are being useful employed for the purpose of. റിമോട്ട് സെൻസിങ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഇംപ്രൂവിങ് ദ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അത് കറക്റ്റാണ്. ലാൻഡ് യൂസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവയോൺമെൻറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഓൾ ദ എബവ് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the imaginary line passing through the point of equal എലിവേഷനിലൂടെ പാസ് ചെയ്ത് പോകുന്ന പോയിന്റ് ലൈൻസിനെ പറയുന്ന പേര് ഇറ്റ് ഈസ് ദി contours. The measurement of the depth below the earth's surface is called as, it is known as the sounding process. The selection of satellite in view, acquiring GPS signal and recovering navigational data is done in GPS by the. GPS-ൽ തന്നെ മെയിനായിട്ട് 3 സെഗ്മെൻറ്റുകളാണ് ഉള്ളത്. ഒന്നാമത്തത് സ്പേസ് സെഗ്മെൻറ്റ്, രണ്ടാമത്തത് ഒരു കൺട്രോൾ സെഗ്മെൻറ്റ് ഉണ്ടാവും, മൂന്നാമത്തത് വന്നിട്ട് ഒരു യൂസർ സെഗ്മെൻറ്റ് ഉണ്ടാവും. സ്പേസ് സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ GPS-ൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സാറ്റലൈറ്റുകളെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സ്പേസ് സെഗ്മെൻറ്റ് ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ എർത്തിൻ്റെ ഒരു 20,200 കിലോമീറ്റർ 20,200 കിലോമീറ്റർ മുകളിലായിട്ടായിരിക്കും ഈ സാറ്റലൈറ്റ്സ് എല്ലാം വരുന്നത്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് സ്പേസ് സെഗ്മെൻറ്റ് ഉണ്ടാകുന്നത് ഇൻ ദി GPS. മറ്റൊരു സെഗ്മെൻ്റാണ് കൺട്രോൾ സെഗ്മെൻ്റ് എന്ന് പറയും. കൺട്രോൾ സെഗ്മെൻറ്റ് നകത്ത് വരുന്നത് ഡിഫറെൻറ്റ് മോണിറ്റർ സ്റ്റേഷനുകളാണ്. ഡിഫറെൻറ്റ് മോണിറ്റർ സ്റ്റേഷനുകളിൽ ചേർന്നിട്ടാണ് ഈ ഒരു കൺട്രോൾ സെഗ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇവരുടെ മെയിനായിട്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത് സിഗ്നൽസിനെ കളക്ട് ചെയ്യുക, അവരെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, അതൊക്കെയാണ് ഈ ഒരു കൺട്രോൾ സ്റ്റേഷനിൽ ഉള്ളത്. നെക്സ്റ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ യൂസർ സ്റ്റേഷനാണ്. ഈ യൂസർ സ്റ്റേഷനിലാണ് സാധാരണയായിട്ട് നമുക്ക് ഒബ്വിയസ്ലി എന്ത് ഡേറ്റയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള സാറ്റലൈറ്റ് വ്യൂസ് സെലക്ട് ചെയ്യുക, അതുപോലെ GPS സിഗ്നലിനെ അക്വയർ ചെയ്യുക, എന്തെങ്കിലും നാവിഗേഷണൽ ഡേറ്റാസ് ഉണ്ടെങ്കിൽ അതിനെ റിക്കവർ ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നത് യൂസർ സെഗ്മെൻറ്റിലാണ്. സോ ഹിയർ ദ ഓപ്ഷൻ ഈസ് യൂസർ സെഗ്മെൻറ്റ്. In order to setting a perpendicular offset to a chain line, the instrument used is. തന്നിരിക്കുന്നതിൽ റൈറ്റ് ആംഗിൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ സ്ക്വയർ ആണ്. ദ ഇൻക്ലിനേഷൻ ഓഫ് എ കോമ്പസ് നീഡിൽ വിത്ത് ദ ഹൊറിസോണ്ടൽ പൊസിഷൻ ഈസ് കോൾഡ് as, it is the dip. The റിലേറ്റീവ് ഇറർ ഓഫ് ക്ലോഷർ ഇൻ എ തിയോഡലൈറ്റ് ഈസ്. റിലേറ്റീവ് ഇറർ എന്ന് പറയുന്നത് ഓൾവേസ് ഇറ്റ് ഈസ് എ ടോട്ടൽ ഇറർ ഡിവൈഡഡ് ബൈ പെരിമീറ്റർ ഓഫ് ദി ട്രാവേഴ്സ് ആയിരിക്കും. ദ ടൈപ്പ് ഓഫ് കർവ് വിച്ച് ജോയിൻസ് ദ സ്ട്രെയിറ്റ് ലൈൻ ടു ദി അനദർ കർവ് ബൈ ചേഞ്ചിങ് ദ റേഡിയസ് ഗ്രാജുവലി ഈസ് കോൾഡ് as, ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞതാണ്, ഇറ്റ് ഈസ് ദി ട്രാൻസിഷൻ കർവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ലൈൻ ഓഫ് level was run from a benchmark number 1 of reduced level 100.05 to the benchmark number 2 of reduced level 101.70. If the sum of the backside is 2.01, that of the foresight is 0.40, the closing error of the leveling work
ഈസ്. അപ്പോൾ നമുക്കറിയാം ലെവലിംഗ് വർക്കിലുള്ള ഒരു ചെക്ക് ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് സിഗ്മ ബാക്ക് സൈഡ് മൈനസ് സിഗ്മ ഫോർ സൈഡ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ മൈനസ് ഫസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ ആയിരിക്കണം. ദിസ് ഈസ് ദ മെയിൻ ചെക്ക് ദാറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ലെവലിംഗ്. അപ്പോൾ ഇത് ഈ ഒരു കേസിൽ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദർ ഈസ് സം ഇറർ ഇൻ ദി വർക്ക് എന്ന് പറയാം. അപ്പോൾ സിഗ്മ ബാക്ക് സൈഡ് മൈനസ് സിഗ്മ ഫോർ സൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 2.01 മൈനസ് 0.40 ചെയ്തു. ഓക്കെ, വി ആർ ഗെറ്റിംഗ് 1.61 ആണ് അവിടെ കിട്ടുന്നത്. ലാസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ മൈനസ് ഫസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് 1.65 ആണ് കിട്ടുന്നത്. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടുത്തെ ക്ലോസിംഗ് ഇറർ, ദാറ്റ് ഈസ് 0.04 അല്ലെങ്കിൽ മൈനസ് 0.04. ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി. The method of plane table used for establishing the instrument station only is, it is the resection. Instrument station establish ചെയ്യാനുള്ള plane table പ്രോസസ്സിനെ പറയുന്ന പേരാണ് resection. A 20-meter chain was found to be 0.02 meter long after chaining 100 meter. It was found to be 0.04 meter long after chaining 600 meter. If the chain was correct before the commencement of the work, then the true distance is. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. ചെയിനിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിനകത്ത് ഇറർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ചെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഒരു 100 മീറ്റർ മെഷർ ചെയ്ത് കഴിഞ്ഞു. 100 മീറ്റർ മെഷർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഒരു 100 മീറ്റർ മെഷർമെൻറ്റ് കഴിഞ്ഞു നോക്കുമ്പോഴേക്കും ദ ഇറർ ഇൻ ദ ചെയിൻ വാസ് 0.02, അതായത് 0.02 മീറ്റർ വലുതായി ചെയിൻ. അതായത് ചിലപ്പോൾ പുള്ളി ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ വളരെ ടൈറ്റായിട്ട് പിടിക്കുമ്പോൾ ഏതെങ്കിലും റിങ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടായിരിക്കാം ഈ ഒരു ലെങ്ത്ത് കൂടിയിരിക്കുന്നത്. എന്തായാലും ഈ ചെയിനിങ് നടന്ന പ്രോസസ്സിൽ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം വന്നിരിക്കുന്നത്. പിന്നെ ഇവർ നോക്കി ഒരു 600 മീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ പിന്നെയും ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞു. ഒരു ലാസ്റ്റ് ഒരു 600 മീറ്റർ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ നോക്കുമ്പോഴേക്കും ദ ഇറർ വാസ് 0.04 മീറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം, ലെങ്ത് ഓഫ് ദി ചെയിൻ ഇൻക്രീസ്ഡ് ബൈ 0.04 മീറ്റർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾ ഓഫ് എ സഡൻ ഇത് ഇൻക്രീസ് ചെയ്തതല്ല, വളരെ പതുക്കെ നമ്മുടെ വർക്ക് തുടങ്ങിയപ്പോഴേക്കും ഇററൊന്നും ഇല്ലായിരുന്നു, പതുക്കെ കൂടി വന്ന് 0.02 ആയി. അത് നമുക്ക് മനസ്സിലായപ്പോഴേക്കും 100 മീറ്റർ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ ഉള്ളത് ഒരു 500 മീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇററിൽ നിന്നും പിന്നെയും കൂടി വന്നൊരു 600 മീറ്റർ ആയപ്പോഴേക്കും ഇത് പതുക്കെ കൂടി 0.04 മീറ്റർ ആയി. പക്ഷേ നമ്മളിത് അറിയുന്നത് മൊത്തം ഒരു 600 മീറ്ററും കൂടി മെഷർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദിസ് ലൈൻ ഈസ് ലൈൻ എ ബി ആണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ട്രൂ ലെങ്ത് ഓഫ് ലൈൻ എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പോർഷനിൽ കറക്ഷൻ ചെയ്യാം, അതിനുശേഷം ഇത് ചെയ്യാം. നമുക്കറിയാം ട്രൂ ലെങ്ത് ഓഫ് ദി ഈ ഒരു പ്രോബ്ലത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ട്രൂ ഇൻറ്റു ട്രൂ ഇസ് ഈക്വൽ ടു റോങ് ഇൻറ്റു റോങ് എന്നുള്ളൊരു ഷോർട്ട് കട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രൂ ലെങ്ത് ഓഫ് ദി ചെയിന് എൽ ഇസ് ഈക്വൽ ടു 20 മീറ്റർ. എൽ എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ 20 മീറ്റർ ആണ്. വാട്ട് ഈസ് എ റോങ് ലെങ്ത് ഓഫ് ദി ചെയിൻ? റോങ് ലെങ്ത് ഓഫ് ദി ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്തത് തന്നെ ഈ 100 മീറ്ററിൽ ഉള്ള മെഷർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. പക്ഷേ തുടങ്ങിയപ്പം ഇററില്ല, അത് നമ്മൾ നോക്കിയായിരുന്നു, ഇററൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വാട്ട് വിൽ ബി ദി റോങ് ലെങ്ത് ഓഫ് ദ ചെയിൻ? നമ്മൾ ഒബ്വിയസ്ലി നമുക്ക് 20.02 നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ലാസ്റ്റിൽ വന്നപ്പോഴാണ് നമ്മൾ ഐഡൻറ്റിഫൈ, തുടങ്ങുമ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ ഏത് സമയത്താണ് ഇങ്ങനെ ഇത്രയും ഇറർ വന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാജുവലി 0യിൽ നിന്നും ഇറർ കൂടി 0.2 എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ 100 മീറ്റർ മെഷർ ചെയ്യുമ്പോഴേക്ക് നമ്മൾ റോങ് ലെങ്ത് ഓഫ് ദ ചെയിൻ ആയിട്ട് എടുക്കുന്നത് ദാറ്റ് വിൽ ബി ദി ആവറേജ് ഓഫ്, ആദ്യമേ 20 ആയിരുന്നു, തീരുമ്പോൾ ഇറ്റ് വാസ് 20.02. ഇതിൻ്റെ ഒരു ആവറേജ് ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 20.02
20.01 മീറ്റർ. ഇതാണ് നമ്മൾ ആവറേജ് റോങ് ലെങ്ത് ഓഫ് ദി ചെയിൻ ആയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ യൂഷ്വൽ കാൽക്കുലേഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ട്രൂ ഇൻറ്റു ട്രൂ ഇസ് ഈക്വൽ ടു റോങ് ഇൻറ്റു റോങ്. 2 ഇൻറ്റു ഇത് സി ആണ് ഈ ഒരു സ്റ്റേഷനെങ്കിൽ 2 ഇൻറ്റു എ സി ദാറ്റ് ഈസ് ഒറിജിനൽ ലെങ്ത് ഇസ് ഈക്വൽ ടു റോങ് ലെങ്ത് ഓഫ് ദ ചെയിൻ 20.01 മൾട്ടിപ്ലൈഡ് ബൈ 20.01 മൾട്ടിപ്ലൈഡ് ബൈ 100. നമ്മളതിനെ 100 ആയിട്ടാണ് മെഷർ ചെയ്തത്. സോ ഇറ്റ് ഈസ് 100. അങ്ങനെ നമുക്ക് എ സി കണ്ടുപിടിക്കുമ്പോൾ വി വിൽ ഗെറ്റ് എ സി ആസ് 100.05 എന്ന് കിട്ടും. എ സിയുടെ വാല്യൂ നമുക്ക് 100.05 എന്ന് കിട്ടും. ഈ സെയിം വേയിൽ നമുക്ക് സി ബിയുടെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇവിടെ തന്നെ ചെയ്യാം. സി ബിയുടെ കേസിൽ സി ബി ഡിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്കറിയായിരുന്നു അതിനകത്ത് ഓൾറെഡി തെറ്റാണ്. നമ്മുടെ ചെയിൻ ലെങ്ത്ത് 20.02 ആണ് ഉണ്ടായിരുന്നത് മെഷർമെൻറ്റ്. അപ്പോൾ തുടങ്ങിയപ്പോൾ 20.02 ഉണ്ട്. ലാസ്റ്റ് നമ്മളൊരു ഈ ഒരു 500 മീറ്റർ ഡിസ്റ്റൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സി ബി ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഇറ്റ് വാസ് 20.04. അപ്പോൾ ഈ ഒരു ഇറർ ഗ്രാജുവലി 0.02 നിന്നും 0.04 എത്തിയതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ട്രൂ ലെങ്ത് ഓഫ് ദി ചെയിൻ ഇറ്റ് വിൽ ബി ഓൾവേസ് 20. Wrong length of the chain is equal to average of 20.02 plus 20.04 divided by 2. So the answer will be 20.03. That is the wrong length of the chain. So L is the true length of the chain, that is 20 multiplied by true length നമുക്ക് അറിയില്ല, that is CB എന്ന് ഇടാം. CB is equal to wrong length of the chain is 20.03 multiplied by the wrong length measured, that is 500 meter. അപ്പോൾ നമുക്ക് CBയുടെ ആൻസർ കിട്ടുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി വന്നിട്ട് 500.75 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് എ ട്രൂ ലെങ്ത് സി ബി. അപ്പോൾ എ സിയുടെ ട്രൂ ലെങ്ത് ഇറ്റ് വാസ് 100.05 പ്ലസ് സി ബിയുടെ ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് 500.75. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ഓപ്ഷൻ എ, ദാറ്റ് ഈസ് 600.8 മീറ്റർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹോൾ സർക്കിൾ ബിയറിംഗ് ഈസ് 132 ഡിഗ്രി 12 മിനിറ്റ്. വോൾ സർക്കിൾ ബിയറിംഗ് നോർത്തിൽ നിന്നാണ് എപ്പോഴും മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് ഇറ്റ് ആസ് 132 ഡിഗ്രി 12 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്വാഡ്രൻ്റൽ ബിയറിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഈസ് ഇൻ ദി ലാസ്റ്റ് 4th ക്വാഡ്രൻ്റ് ആണ് വരുന്നത്. ക്വാഡ്രൻ്റൽ ബിയറിംഗിൽ ഫസ്റ്റ് നോർത്താണോ സൗത്ത് ആണോ എന്ന് എഴുതും. സൗത്തിൽ നിന്നും ഇറ്റ് ഈസ് മെഷേർഡ് ടുവേർഡ്സ് ദ ഈസ്റ്റ്, സോ സം ഡിഗ്രി ഈസ്റ്റ്. ആ ഡിഗ്രി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ബൈ ജോമെട്രി ഇറ്റ് ഈസ് 180 ഡിഗ്രി മൈനസ് 132 ഡിഗ്രി 12 minute. So we are getting the answer as south 47 degree 48 minute east. Next question ഒന്ന് നോക്കാം. The magnetic bearing of the line AB is 130 degree 40 minute. What is the true bearing if the magnetic declination is 10 degree 15 minute west? അപ്പോൾ ഒരു ഡൗട്ടും വേണ്ട. ട്രൂ ബിയറിംഗ് ഇസ് ഈക്വൽ ടു വി ഹാവ് ദി ഇക്വേഷൻ ദാറ്റ് ഇസ് മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ ആണ്. ഹിയർ ദ ഡിക്ലിനേഷൻ വിൽ ബി നെഗറ്റീവ് സിൻസ് ദി ഡിക്ലിനേഷൻ ഈസ് ടുവേർഡ്സ് ദി വെസ്റ്റ്. അതുകൊണ്ട് തന്നെ ഡിക്ലിനേഷൻ നെഗറ്റീവ് ആവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 130 ഡിഗ്രി 40 മിനിറ്റ് മൈനസ് 10 ഡിഗ്രി 15 മിനിറ്റ് ആണ്. സോ ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഈ ഒരു ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കും. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫിഗർ വരച്ചതിന് ശേഷം ഡിക്ലിനേഷനും കാര്യങ്ങളൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കി നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതാണ് നിങ്ങൾക്ക് എളുപ്പമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യുക, ഇക്വേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുക. ഇതൊരിക്കലും തെറ്റാനുള്ള ഒരു ചാൻസും ഇല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഫിഗർ വെച്ചിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. സോ അത് എക്സാമിന് ട്രൈ ചെയ്യേണ്ട. അതിനേക്കാളും സിമ്പിൾ ഇത് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വാഡ്രൻസ് വരച്ചു. ദിസ് ഈസ് എ ട്രൂ നോർത്ത്, ഇത്
ട്രൂ സൗത്ത്. അപ്പോൾ നമ്മുടെ ട്രൂ മെറീഡിയൻ ആണ്, ട്രൂ നോർത്തും ട്രൂ സൗത്തിനും ജോയിൻ ചെയ്യുന്ന ട്രൂ മെറീഡിയൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് 10 ഡിഗ്രി 15 മിനിറ്റ് വെസ്റ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈൻ എ ബിയുടെ ട്രൂ ബിയറിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദർ വാസ് സം ലൈൻ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. അതിനെ ഈ ട്രൂ നോർത്ത് ട്രൂ സൗത്തിന് എബൌട്ട് ആയിട്ടുള്ള ട്രൂ മെറീഡിയനിൽ നിന്നും എത്ര ആംഗിൾ മാറിയാണ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഡിക്ലിനേഷൻ തന്നിരിക്കുന്നത് കൊണ്ട് 10 ഡിഗ്രി 15 മിനിറ്റ് വെസ്റ്റിലേക്കാണ്. അതായത് ട്രൂ ബിയറിങ്ങിൽ നിന്നും മാഗ്നറ്റിക് ബിയറിങ് വന്നിട്ട് വെസ്റ്റിലേക്ക്, ദിസ് ഈസ് ദി വെസ്റ്റ് ഡയറക്ഷൻ, ദിസ് ഈസ് ദി വെസ്റ്റ് ഡയറക്ഷൻ, ദിസ് ഈസ് ദി ഈസ്റ്റ് ഡയറക്ഷൻ. മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് മാഗ്നറ്റിക് മെറീഡിയൻ എന്ന് പറയുന്നത് 10 ഡിഗ്രി, ദിസ് ഈസ് 10 ഡിഗ്രി 15 മിനിറ്റ് വെസ്റ്റിലേക്കാണ് മാഗ്നറ്റിക് മെറീഡിയൻ ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മാഗ്നറ്റിക് നോർത്ത്, ദിസ് വൺ ഈസ് ദി മാഗ്നറ്റിക് സൗത്ത്. ഇവിടുത്തെ ആംഗിളും 10 ഡിഗ്രി 15 മിനിറ്റ് തന്നെ ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയുന്നത് ഒബിയസ്ലി മാഗ്നറ്റിക് മെറീഡിയനിൽ നിന്നും മെഷർ ചെയ്യുന്ന ആംഗിളാണ്. മാഗ്നറ്റിക് മെറീഡിയനിൽ നിന്നും മെഷർ ചെയ്തപ്പോൾ നമ്മുടെ ലൈനിൻ്റെ പേര് എ ബി ആണെങ്കിൽ അതിൽ അവരുടെ മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയുന്നത് 130 ഡിഗ്രി 40 മിനിറ്റ് ആണ്. ട്രൂ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ട്രൂ മെറീഡിയനിൽ നിന്നും മെഷർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് ആണ്. സോ ദിസ് വിൽ ബി ദി ട്രൂ ബിയറിംഗ്. ട്രൂ ബിയറിംഗ് അപ്പോൾ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓബിയസ്ലി നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം, ഈ ട്രൂ ബിയറിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആംഗിളിൽ നിന്നും ഈ ഒരു 10 ഡിഗ്രി 15 മിനിറ്റ് അതായത് ഡിക്ലിനേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് ട്രൂ ബിയറിംഗ് ആയിട്ടുള്ള ഈ ആംഗിൾ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് മൈനസ് പ്ലസ് വരുന്നത്. ജസ്റ്റ് നമ്മൾ ഇക്വേഷനിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഫിഗർ വരച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന എണ്ണം ഉണ്ടെങ്കിൽ അതും നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. Next question, if the reduced level of the floor is 100, the staff reading on the floor is, ഫ്ലോറിൽ ഒരു സ്റ്റാഫ് വെച്ചു, ഇൻസ്ട്രുമെൻ്റ് വെച്ചു, റീഡ് ചെയ്തു. ഇറ്റ് വാസ് 1.59. റീഡിങ് ഓൺ ദി സ്റ്റാഫ് ഓൺ ദ upside down against the underside of a T-beam is 3.85. ഓക്കെ, ഒരു ടി ബീം ഉണ്ട്. ടി ബീമിൻ്റെ താഴെ ഒരു ഇൻവേർട്ടഡ് സ്റ്റാഫ് വെച്ചു. ഇൻവേർട്ടഡ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ 0 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. സ്റ്റാഫിനെ തല കുത്തനെ നിർത്തുക. സാധാരണ ഗ്രൗണ്ടിലാണ് നമ്മൾ സ്റ്റാഫിൻ്റെ 0 പോയിന്റ് വെക്കാറുള്ളത്. ഇത് തല കുത്തനെ വെച്ചിട്ട് ഒരു ടി ബീമിൻ്റെ മുകളിൽ 0 വെച്ചു. അവിടുന്ന് മെഷർ ചെയ്തപ്പോൾ ഇറ്റ് വാസ് 3.85 ആണ് ഇവിടുത്തെ റീഡിംഗ് ആയിട്ട് കിട്ടിയത്. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദ ബീം എബവ് ദ ഫ്ലോർ? വളരെ ക്ലിയർ ആണ് ഈ ഒരു ഫിഗറിൽ നിന്ന്. ഇറ്റ് ഈസ് 1.59 പ്ലസ് 3.85. ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ. Next question, the sensitiveness of a spirit level if the bubble moves 4 mm for a change of inclination 40 seconds is. Sensitiveness of the spirit level എന്ന് പറഞ്ഞാൽ angular movement of the bubble if they are moving a unit division in the bubble tube. ബബിൾ ട്യൂബിൽ എത്ര ഡിവിഷൻ മൂവ് ചെയ്യുമ്പോഴാണ് ഒരു യൂണിറ്റ് ഡിവിഷൻ മൂവ് ചെയ്യുമ്പോൾ എത്ര ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ബബിളിന് ഉണ്ടായിരിക്കുന്നത്, അതിനാണ് സെൻസിറ്റീവ്നെസ് എന്ന് പറയുന്നത്. സോ ഫ്രം ദിസ് ക്വസ്റ്റ്യൻ ഇറ്റ് വിൽ ബി 40 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ് ആണ് വരേണ്ടത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സോ ഇറ്റ് വിൽ ബി ബി ആയിരിക്കണം ഓപ്ഷൻ. പി എസ് സിയുടെ ആൻസർ കീ ഇറ്റ് വാസ് 0.1 mm. പക്ഷേ 0.1 mm അല്ല. സെൻസിറ്റീവ്നെസ് ഒരിക്കലും MM കൊടുക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് എൻ ആംഗുലർ മെഷർമെൻറ്റ്. So it will be 10 seconds. Next question. A chain is used at a temperature more than the temperature it was calibrated. The error measured will be. ഒരു ചെയിന് അത് മെഷർ ചെയ്യുന്നത് അത് കാലിബ്രേറ്റ് ചെയ്ത ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിട്ടാണ്. കാലിബ്രേറ്റ് ചെയ്ത ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിട്ട് വരികയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ലെങ്ത് ഓഫ് ദ ചെയിൻ കൂടുന്നു. ലെങ്ത് ഓഫ് ദ ചെയിൻ കൂടുമ്പോൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇറർ എന്ന് പറയുന്നത് മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ആണ്. സോ ഈ ഒരു ഇറർ എന്ന് പറയുന്നത് ഓബ്വിയസ്ലി നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ ക്യുമുലേറ്റീവ് എന്ന് പറയാനുള്ള കാരണം
കാരണം ഇത് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ അതൊരു പെർമനൻ്റ് ആയിട്ട് വരുന്ന ഒരു ഇററാണ്. നമ്മൾ പിന്നെ എന്ത് ഒക്കെ മെഷർ ചെയ്താലും ഈ ഒരു എറർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ക്യുമുലേറ്റീവ് ആണ്. നെഗറ്റീവും ആക്ച്വലി കറക്റ്റായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. പക്ഷേ PSC ആൻസർ കീ വാസ് ക്യുമുലേറ്റീവ്. Any arbitrarily assumed level line from which the vertical distance are measured is known as, it is what is known as a data line. Which of the following instrument is used for the measurement of angle? തന്നിരിക്കുന്നതിൽ ആംഗിൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സെക്സ്റ്റൻ്റ് ആണ്. In leveling, the height of instrument is, it is the sum of the reduced level of the benchmark plus the backside to the benchmark. During leveling, if the backside is more than the foresight, then ഒരു ലെവലിംഗ് നടക്കുമ്പോൾ ബാക്ക് സൈറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്ക് സൈറ്റ് ഇവിടെ ഒരു പോയിന്റിൽ എടുത്തു, ഫോർ സൈറ്റ് മറ്റൊരു പോയിന്റിൽ എടുത്തു. അപ്പോൾ ഈ ബാക്ക് സൈറ്റ് വാല്യൂ കൂടുതലാണ്. ഈ ബാക്ക് സൈറ്റ് വാല്യൂ കൂടുതലാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്തത് കൂടുതലാണ്. അപ്പോൾ ആ പോയിന്റ് ഇവിടെ ആയിട്ട് വിചാരിക്കുക. ഫോർ സൈറ്റ് വാല്യൂ ഇസ് ലെസ്, ഫോർ സൈറ്റ് വാല്യൂ ലെസ് ആണ്. അപ്പോൾ ഈ ഇവിടം വരെ ആണ് ആ പോയിന്റ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദ ബാക്ക് സൈഡ് വാല്യൂ പോയിന്റ് ഇസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി ഫോർ സൈഡ് വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹാൻഡിൽസ് ഓഫ് ദി ചെയിൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്, ചെയിൻസിൻ്റെ ഹാൻഡിൽസ് മേക്ക് ചെയ്തിരിക്കുന്നത് ബ്രാസ് കൊണ്ടാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു നെയ്ബറിംഗ് ബ്രാസ് റിങ്സ് ഈസ്, നമുക്കറിയാം ചെയിനിൽ യൂസ് ചെയ്യുന്നത് ഓരോ 5 മീറ്ററിലും ഓരോ ടാലീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ ഓരോ 1 മീറ്ററിലും സെപ്പറേറ്റ് ആയിട്ട് ബ്രാസ് റിങ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ C 1 meter. Due to curvature of the earth, the object will appear, obviously എർത്തിൻ്റെ കർവേച്ചർ കാരണം ഒബ്ജക്റ്റ് അത് ഉള്ളതിനേക്കാളും ലോവർ ആയിട്ടുള്ള ഒരു പോയിന്റിലായിരിക്കും ഇത് ഒബ്സർവ് ആയിട്ട് കാണുന്നത്. Generally while chaining, the arrows which accompany one chain must be, ഒരു ചെയിനിനോടൊപ്പം 10 arrows ആണ് വേണ്ടത്. ജനറലി ദ ലിമിറ്റിംഗ് ലെങ്ത് ഓഫ് ദ ഓബ്ജക്റ്റ് വിൽ ബി, ഇതെല്ലാം നമ്മൾ ഓൾറെഡി ലെക്ചർ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 15 മീറ്റർ ആണ് ഇറ്റ് ഇസ് എ ലിമിറ്റിംഗ് ലെങ്ത്. കാരണം ഒരു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഐ വെച്ച് നമുക്കൊരു കറക്റ്റ് അലൈൻ ചെയ്താണോ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ഓൺലി ഫ്രം ഡിസ്റ്റൻസ് ഓഫ് 15 മീറ്റർ. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ദി ലിമിറ്റിംഗ് ലെങ്ത് ഓഫ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഇൻ ദ റൈസ് ആൻഡ് ഫാൾ മെത്തേഡ് എ കംപ്ലീറ്റ് ചെക്ക് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് റൈസ് ആൻഡ് ഫാൾ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ റീഡിങ്ങിലും ഓരോ സ്റ്റാഫ് റീഡിങ്ങിൻ്റെയും കറസ്പോണ്ടിങ് റൈസ് ആണോ ഫാൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. അതിനർത്ഥം എല്ലാ സൈറ്റുകളും ഈവൻ ഇഫ് ഇറ്റ് ഇസ് ബാക്ക് സൈഡ്, ഫോർ സൈഡ്, ഇൻ്റർമീഡിയറ്റ് സൈറ്റ്, ഏത് സൈറ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ചെക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ D. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.